പാസ്പോർട്ടും നമ്മുടെ ഇന്ത്യൻ കറൻസി ഉപയോഗിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ പോകാൻ സാധിക്കുമോ? 1950 മുന്നേ ആയിരുന്നെങ്കിൽ ഈ ഒരു കാര്യം സാധ്യമായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ UAE, ബഹ്റൈൻ, ഒമാൻ, ഖത്തർ, കുവൈറ്റ് എന്നീ രാജ്യങ്ങൾ ഇന്ത്യൻ റുപ്പീസ് അവരുടെ കറൻസിയായി ഉപയോഗിച്ചിരുന്നു. കാരണം ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിന് മുന്നേ ഈ രാജ്യങ്ങളിലെല്ലാം ഔദ്യോഗിക കറൻസി ഇന്ത്യൻ റുപ്പീസ് ആയിരുന്നു. ബ്രിട്ടീഷുകാരായിരുന്നു ഈ ഒരു സമ്പ്രദായം കൊണ്ടുവന്നത്. ഇന്ത്യക്ക് പുറമെ ആ ഒരു കാലത്ത് ഗൾഫ് രാജ്യങ്ങളും ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്നു. പിന്നീട് 1950കളിൽ സ്മഗ്ലേഴ്സ് സ്വർണം കടത്താനായി ഇന്ത്യൻ റുപ്പീസ് ഉപയോഗിച്ചു തുടങ്ങി. ഇത് ഇന്ത്യൻ രൂപയുടെ മൂല്യമിടിയാൻ കാരണമായി. അതുകൊണ്ട് തന്നെ 1959ൽ റിസർവ് ബാങ്ക് ഗൾഫ് റുപ്പി എന്ന പുതിയ കറൻസി അവതരിപ്പിച്ചു. ഗൾഫ് റുപ്പി കാഴ്ചയിലും മൂല്യത്തിലും ഇന്ത്യൻ രൂപയ്ക്ക് സമാനമായിരുന്നു. 1966 വരെ ഗൾഫ് രാജ്യങ്ങളിൽ ഈ ഒരു കറൻസി ഉപയോഗിച്ചു. എന്നാൽ 1966 തന്നെ ഇന്ത്യ ഈ ഒരു കറൻസിയുടെ മൂല്യം കുറച്ചു. പിന്നീട് ഗൾഫ് കൺട്രി സ്വതന്ത്രമാവുകയാണ് ചെയ്തതോടെ അവർ ഗൾഫ് റുപ്പീസ് ഉപയോഗിക്കുന്നത് നിർത്തി. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലെ കറൻസി ഏറ്റവും മൂല്യമേറിയ കറൻസികളിൽ ഒന്നാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? താഴെ കമന്റ് ചെയ്യുക. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക.